നമസ്കാരം. മലയാളികൾ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് പ്രവാസികളാണ് അബുദാബിയിൽ ജോലി ചെയ്യുന്നത്. നിരവധി പേർ ദിവസേന തൊഴിൽ തേടി അബുദാബിയിൽ എത്തുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ പ്രവാസികൾക്കും പ്രവാസ ജീവിതത്തിനായി തയ്യാറെടുക്കുന്നവർക്കും തിരിച്ചടിയാവുന്ന വാർത്തയാണ് UAEയുടെ തലസ്ഥാന നഗരിയിൽ നിന്ന് എത്തുന്നത്. അബുദാബിയിൽ വസ്തുവിലയേക്കാൾ കുതിച്ചു പായുകയാണ് വാടക നിരക്ക്. 10 വർഷത്തിനിടെ ആദ്യമായാണ് വാടക നിരക്ക് ഇത്രയും ഉയർന്ന തുകയിൽ എത്തുന്നതെന്ന് എടുത്തു പറയണം. വാടക വീടുകളുടെയും അപ്പാർട്ട്മെന്റുകളുടെയും ഡിമാൻഡ് വർദ്ധിച്ചതാണ് നിരക്ക് ഇത്രയും വർദ്ധിക്കാൻ കാരണമായത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 15% വില ഉയർന്നത്. പ്രോപ്പർട്ടി വാങ്ങുന്നതിലും വില വർധനവുണ്ടായിട്ടുണ്ട്. 9% കഴിഞ്ഞ വർഷത്തേക്കാൾ നിരക്ക് ഉയർന്നത്. വാടക ഇനത്തിൽ അപ്പാർട്ട്മെന്റുകളുടെ 16%വും വില്ലകൾക്ക് 10%വുമാണ് വർധനവുണ്ടായത്. അബുദാബിയിൽ അപ്പാർട്ട്മെന്റിന്റെ ശരാശരി വാടക നിരക്ക് 66,375 ദിർഹമാണ്. വില്ലകളുടെ ശരാശരി വാടക നിരക്ക് 1,66,261 ദിർഹവുമാണ്. അബുദാബിയിലെ സാദിയത്ത്, യാസ്ദീബ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് വാടക വീടുകൾക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത്. ഓഗസ്റ്റിൽ അബുദാബി റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററായ അബുദാബി റിയൽ എസ്റ്റേറ്റ് സെന്റർ വിപണി സുതാര്യത വർദ്ധിപ്പിക്കുന്നതിനും വാടക മൂല്യങ്ങൾ ഉയർത്തുന്നതിനുമായി എമിറേറ്റിലെ ഔദ്യോഗിക വാടക സൂചി അവതരിപ്പിച്ചിരുന്നു. വാടക നിരക്കുകൾ പരിശോധിക്കാനും മനസ്സിലാക്കാനും വാടകക്കാർക്കും ഉടമകൾക്കും ഈ വാടക സൂചിക മാർഗനിർദ്ദേശമായി ഉപയോഗിക്കാനാകുമെന്നാണ് വിവരം. പ്രവാസികൾക്ക് മുമ്പെങ്ങുമില്ലാത്ത പ്രശ്നങ്ങളാണ് നേരിടേണ്ടി വരുന്നത്. നേരത്തെ തന്നെ എമിറേറ്റിലെ വാടക കരാറുകളുമായി ബന്ധപ്പെട്ട് പുതിയ നിയമം UAE പുറപ്പെടുവിച്ചിരുന്നു. ഇതനുസരിച്ച് എമിറേറ്റിലെ വാടക കരാറുകൾ പുറത്തിറക്കി 15 ദിവസത്തിനകം അംഗീകരിക്കാൻ ഭൂവുടമകൾ ബാധ്യസ്ഥരാണ്. നിശ്ചിത സമയത്തിനകം ഭൂവുടമകൾ വാടക കരാറുകൾ അംഗീകരിച്ചില്ലെങ്കിൽ താമസക്കാർക്ക് കോടതിയെ സമീപിക്കാം. വിഷയത്തിൽ വാടക കരാറുകൾ അംഗീകരിക്കണമെന്ന് ഭൂവുടമയോട് ജഡ്ജിക്ക് ആവശ്യപ്പെടാനും നിയമവ്യവസ്ഥയുണ്ട്. താമസം, വാണിജ്യം, വ്യവസായം, പ്രൊഫഷണൽ തുടങ്ങിയ ആവശ്യങ്ങൾക്കായി വാടക നൽകുന്ന എമിറേറ്റിലെ എല്ലാ കെട്ടിടങ്ങൾക്കും പുതിയ നിയമവ്യവസ്ഥ ബാധകമാണ്. വാടക കരാർ മുനിസിപ്പാലിറ്റിയോ ബന്ധപ്പെട്ട അധികാരികളോ സാക്ഷ്യപ്പെടുത്തിയില്ലെങ്കിൽ പുതിയ നിയമവ്യവസ്ഥ പ്രകാരം പാട്ടക്കാരന് ഭരണപരമായ പിഴ ചുമത്തും. കൂടാതെ സാക്ഷ്യപ്പെടുത്താനുള്ള ഫീസ് കുടിശ്ശികയും ഇവർക്കെതിരെ ചുമത്താം. പാട്ടക്കരാർ സാക്ഷ്യപ്പെടുത്താനും നിശ്ചിത ഫീസും പിഴയും അടയ്ക്കാനും ഭൂവുടമയെ നിർബന്ധിക്കാൻ മുനിസിപ്പാലിറ്റി ജഡ്ജിയോട് ഏത് സമയത്തും ആവശ്യപ്പെടാം. കൂടാതെ പുതിയ നിയമം അനുസരിച്ച് വാടക കരാറിലേർപ്പെട്ട ഇരു കക്ഷികളും ഷാർജ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗീകരിച്ച തീരുമാനപ്രകാരം രേഖാമൂലമോ ഇലക്ട്രോണിക് സംവിധാനത്തിലൂടെയോ കരാർ അവസാനിപ്പിക്കാൻ ബാധ്യസ്ഥരാണ്. താമസക്കാർ വാടക കരാറുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കണമെന്ന് മസ്കറ്റ് മുനിസിപ്പാലിറ്റി അധികൃതർ അറിയിച്ചിരുന്നു. വാടക കരാർ രജിസ്റ്റർ ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിനു പുറമെ സ്വദേശീവൽക്കരണവും നടപ്പാക്കി വരുന്നുണ്ട്. UAEയിൽ സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളിലെ സ്വദേശി ജീവനക്കാരുടെ എണ്ണം 1.14 ലക്ഷമായി ഉയർന്നിട്ടുണ്ട്. സ്വദേശീവൽക്കരണ പദ്ധതിയായ നാഫീസ് നടപ്പാക്കുകയും ആനുകൂല്യം വർദ്ധിപ്പിക്കുകയും ചെയ്തതോടെയാണ് സ്വകാര്യ മേഖലയിലേക്ക് സ്വദേശികളെ ആകർഷിച്ചത്. ശമ്പള പിന്തുണ പദ്ധതി, പെൻഷൻ, ചൈൽഡ് അലവൻസ്, പ്രസവാവധി തുടങ്ങിയ ഒട്ടേറെ ആനുകൂല്യങ്ങളാണ് സർക്കാർ ഇവർക്ക് നൽകി വരുന്നത്. ഈ വർഷം രണ്ടാം ഭാഗത്തിലെ കണക്കനുസരിച്ച് 21,000 സ്വകാര്യ കമ്പനികളിൽ ഇമറാത്തികളുടെ സാന്നിധ്യവുമുണ്ട്. വാടക നിരക്കിലെ വർധനവും വാടക കരാറിലെ മാറ്റവും സ്വദേശീവൽക്കരണവുമെല്ലാം പ്രവാസികളെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കൊണ്ടെത്തിക്കും. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.